Hello guys, vahanvlogs in the ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ എന്നുള്ളത് പോപ്പുലറിൻ്റെ സ്റ്റോക്ക് യാർഡിലാണ്. അതേ കണ്ടില്ലേ എത്ര വണ്ടികളാണ് കിടക്കുന്നത്. നമ്മുടെ 2021 മോഡല് സ്വിഫ്റ്റ് ZXI ആയിട്ടാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഭാഗത്തേക്കാണ് എത്തുന്നത്. ഫ്രണ്ട് ഗ്രില്ലിലാണ് ഇതിൻ്റെ മെയിൻ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റം 2021 മോഡലിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ സ്പോർട്ടി ടൈപ്പ് ക്രോസ് ഗ്രില്ലോട് കൂടിയിട്ടുള്ള ഒരു ഇവിടെയൊക്കെ ബ്ലാക്ക് കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു അറ്റം വരെ ഒരു ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു ZXI വേരിയൻ്റ് ആണ്. ZXI പ്ലസ് വേരിയൻറ്റിൽ വരുമ്പോഴാണ് DRLs അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നത്. ഇതിൽ സാധാരണ ഹാലജൻ ഹെഡ് ലാംപ്സും അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് സാധാരണ ഹാലജൻ ഫോഗ് ലാംപ്സ് തന്നെയാണ് ഇതിൽ വന്നിട്ടുണ്ട്. വീലിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇതൊരു 15 ഇഞ്ചോട് കൂടിയിട്ടുള്ള സ്ലീക്ക് ഡിസൈനിലാണ് ഇതിൻ്റെ അലോയ് വീൽസ് വന്നിട്ടുള്ളത്. ഇത് ആദ്യത്തെ നമ്മുടെ ZXI പ്ലസ്സിലൊക്കെ കണ്ടുവരുന്ന സെയിം അലോയ് വീൽസ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മിറേഴ്സിൽ മിററിന് തന്നെയാണ് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്. ഇത് ZXI വേരിയൻറ്റ് പ്ലസ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ മിററും അതുപോലെ തന്നെ റൂഫ് ടോപ്പും നമ്മുടെ ഒരു ബ്ലാക്ക് കളറിൽ, അതായത് വേറെ ഡുവൽ ടോൺ റേഞ്ചിലേക്ക് വരും. അതുപോലെ സൈഡിൽ റിക്വസ്റ്റ് സെൻസർ, അത് ZXI വരുമ്പോഴാണ് റിക്വസ്റ്റ് സെൻസർ. ZXIയിലും ZXI പ്ലസ്സിലുമാണ് റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കീലെസ് എൻട്രിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്തിൽ ഒരു 5 mm വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ വരുമ്പോൾ ബാക്ക് ബമ്പറിലാണ് സെൻസേഴ്സ്, ബാക്കിൽ വൈപ്പർ, അതൊക്കെയാണ് ഭാഷയുള്ള നോസിൽ, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാംപ്സ്, അതൊക്കെ പഴയ, അതായത് 2019 മോഡല് സ്വിഫ്റ്റ് എങ്ങനെയാണോ പുറത്തിറക്കിയിരുന്നത് അതേപോലെ തന്നെയാണ് അതിൻ്റെ ബാക്കി ഡിസൈൻസും കാര്യങ്ങളും. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പ്രധാന വ്യത്യാസത്തിലേക്ക് വരാം. പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിനാണ്. ഇത് ഒരു K സീരീസ് എഞ്ചിനാണ്. മാരുതിയുടെ K സീരീസ് എഞ്ചിനാണ്. ഇപ്പോൾ അറിയാം, മാരുതിയുടെ എല്ലാ വണ്ടികളും പെട്രോൾ വണ്ടികൾ മാത്രമേ വിപണിയിൽ ഇറക്കുന്നുള്ളൂ. ഇനി പുതിയതായിട്ട് V6 ഡീസൽ എഞ്ചിൻ വരുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നിലവിൽ പെട്രോൾ വണ്ടി മാത്രമേ ഉള്ളൂ. ഇതൊരു K സീരീസ് എഞ്ചിനാണ്. അത് ഡുവൽ VVT എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. പഴയ എഞ്ചിനെ അപേക്ഷിച്ചത് 1.2 ലിറ്റർ K സീരീസ് ആകുമ്പോൾ ഇതിൻ്റെ പവറും ടോർക്കും നല്ലോണം വ്യത്യാസം വന്നിട്ടുണ്ട്. മറ്റേത് പഴയ വണ്ടി 83 PS പവറായിരുന്നു. ഇത് ഇപ്പോൾ 90 PS പവറായിട്ടുണ്ട്. അപ്പോൾ അത്രയും ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇത് 113 Nm ടോർക്കും ഇത് പരമാവധി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പ്രത്യേകം 2021 മോഡൽ വണ്ടിയിൽ പറയാനുള്ളത്. പിന്നെ ഇത് നീറ്റായിട്ട് എഞ്ചിനാണ്. പിന്നെ ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പഴയ വണ്ടിയിലുള്ള സെയിം കാര്യങ്ങളാണ്. നമ്മൾ കുറച്ച് കാലമായിട്ട് മൈലേജിൻ്റെ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം പെട്രോളിൻ്റെ വില 100ലേക്ക് എത്താറായി. അപ്പോൾ എല്ലാവരും മൈലേജുള്ളൊരു കാറ് വേണം. അതായത് പെട്രോളിലെ ഏറ്റവും മൈലേജുള്ളൊരു കാറ്, അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റിൽ ഈ വണ്ടി നമുക്ക് പെടുത്താം. കാരണം ഇതിൻ്റെ മാനുവൽ വേർഷൻ ഏകദേശം 23.2 അതുപോലെ തന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേർഷൻ ഒരു 23.7 അപ്രോക്സിമേറ്റ് കിട്ടുന്നുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള മീറ്റർ കൺസോളിന് ഉപരി ഇതൊരു TFT ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള മീറ്റർ കൺസോളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇത് ZXI ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വന്നത്. അത് മുമ്പത്തെ ZXIയിൽ അങ്ങനെ തന്നെ. ഇതിൽ ക്രൂയിസ് കൺട്രോൾ ഉണ്ടാവില്ല. അതായത് ZXI പ്ലസ് വേരിയൻറ്റിൽ ക്രൂയിസ് കൺട്രോൾ ഉണ്ടായിരിക്കും. ഇതിൽ ക്രൂയിസ് കൺട്രോൾ ഉണ്ടാവില്ല. മീഡിയ കൺട്രോൾസ് അതുപോലെ തന്നെ ഫോൺ കോൾ ആൻസറിങ് ബട്ടൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ. അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള ഇതിലൊരു വ്യത്യാസം വന്നിട്ടുള്ളത് ഈ ZXI വേരിയൻറ്റിൽ നമുക്ക് ഒരു സ്മാർട്ട് പ്ലേ സിസ്റ്റം വന്നിട്ടുണ്ട്. അതായത് സ്മാർട്ട് പ്ലേ എന്ന് ഉദ്ദേശിച്ചാൽ ആപ്പിൾ കാർപ്ലേ അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടം സപ്പോർട്ട് ആവുന്ന സ്മാർട്ട് പ്ലേ സിസ്റ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്കിത് ഓണാക്കാം. ഇതാണ് നമ്മുടെ ZXIയുടെ കീ വരുന്നത്. നോർമലി പഴയ വണ്ടിയിൽ വന്നിരുന്ന ZXI പ്ലസ്സിൽ വന്നിരുന്ന അതേ കീയും കാര്യമാണ് അതായത് വന്നിട്ടുള്ളത്. പിന്നെ ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വന്നിട്ടുണ്ട്. ബാക്കി ഇതിൽ എല്ലാം പഴയ പോലെ തന്നെ. പഴയ സ്വിഫ്റ്റ്, അതായത് 2019 ഇറങ്ങിയിരുന്ന സ്വിഫ്റ്റ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ബാക്കി വണ്ടികളിലൊക്കെ ഇതിൽ TFT ഡിസ്പ്ലേ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ഒരു മാറ്റം വന്നിട്ടുള്ളത് ഇതിലുള്ള ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അത് ഓഫ് ചെയ്യാൻ ഓൺ ആക്കാനുള്ള ഒരു സ്വിച്ച്. പിന്നെ ഇതിൽ മിറർ ഫോൾഡിങ്ങിൻ്റെ ബട്ടൺ വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ ലോക്ക് അൺലോക്ക്, 4 ഡോർ പവർ വിൻഡോ. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ വന്നിട്ടുണ്ട്, ഒരു ചെറിയൊരു ഫയൽ പോക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ചെറുതായിട്ട് യാർഡിലായതുകൊണ്ട് വണ്ടി നമുക്ക് കിട്ടിയുള്ളത്, അതായത് ഇവരുടെ ഡെമോ കാറൊന്നും വന്നിട്ടില്ല, നമുക്കൊന്ന് ഓടിച്ചു നോക്കാനായിട്ട്. നമുക്ക് യാർഡിൽ തന്നെ അങ്ങോട്ട് കൊണ്ടൊന്ന് ഓടിച്ചു നോക്കാം, എന്നാലും എങ്ങനെയുണ്ട് വ്യത്യാസം. ഒന്ന് കാല് കൊടുത്ത് നോക്കാനൊന്നുള്ള അവസരം ഇല്ല, എന്നാലും കുഴപ്പമില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സീറ്റ് ബെൽറ്റ് ഒന്ന് ഇടാം. ഇതിൽ സീറ്റ് ബെൽറ്റ് വേണമെങ്കിൽ നമുക്ക് പഴയ പോലെ തന്നെ ഉണ്ടല്ലേ? അത് നമുക്ക് സീറ്റ് ബെൽറ്റ് വാർണിംഗ്, സ്പീഡ് അലേർട്ട് എല്ലാം വരുന്നുണ്ട്. വണ്ടി പഴയ സ്വിഫ്റ്റ് ഓടിക്കുന്നേക്കാളും വ്യത്യാസം കേട്ടാ, പവർ കൂടി ഉണ്ട്. ഈ സ്റ്റിയറിംഗ് റിട്ടേൺ വരുന്നത് അടിപൊളിയുണ്ടല്ലോ. അത് ഇപ്പോൾ ഒരു ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. മുന്നേ അത്ര ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്റ്റിയറിംഗ് റിട്ടേൺ കൺട്രോളിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ പോവാം. വണ്ടി ടോട്ടലി വണ്ടി നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് പവറിൽ വന്ന വ്യത്യാസം കാരണമാണ് ഞാൻ ഈ പറയണത് കേട്ടോ. വേറെ ഫീച്ചേഴ്സും ബാക്കി എല്ലാം പഴയ വണ്ടിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മളൊന്ന് കാല് ജസ്റ്റ് ആ ഒരു പുള്ളിങ് നല്ലോണം വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ തന്നെ കൊടുക്കുന്നില്ല, കാരണം ഇത് യാർഡിലായതുകൊണ്ട് നമുക്ക് അധികം ഒന്നും ഓടിച്ചു നോക്കാന്നുള്ള അവസരമില്ല. കാരണം നമുക്ക് വണ്ടികൾ അധികം ഡെലിവറി ആയി തുടങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ്. നമുക്ക് ഇവരുടെ അതായത് പോപ്പുലർക്കാരുടെ ഡെമോ വണ്ടി പോലും 2021 മോഡൽ ഡെമോ വണ്ടി പോലും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കിട്ടിയാലൊന്ന് പുറത്ത് ഓടിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ZXI എന്നുള്ള മോഡൽ കണ്ടു. ഇനിയിപ്പോൾ നമുക്കൊരു VXI മോഡൽ കാണാം. VXI മോഡൽ വരുമ്പോൾ ഇതിൻ്റെ അലോയ് വീൽ ഉണ്ടാവില്ല, സ്റ്റീൽ റിംസ് ആയിരിക്കും ഫുള്ള്, ഫോഗ് ലാംപ്സ് ഉണ്ടായിരിക്കില്ല. അതാണ് പിന്നത്തെ ഒരു മാറ്റം ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ കീലെസ് എൻട്രി ഉണ്ടാവില്ല. ഇതിലില്ലാത്ത കാര്യങ്ങൾ പറയണത് നോക്കേണ്ടതിൽ VXI ആയതുകൊണ്ട് അതിലെന്തൊക്കെ ZXI ആണ് നമ്മൾ ആദ്യം ചെയ്തത്. അപ്പോൾ VXIയിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്നറിയാൻ വേണ്ടി എടുത്തു മാത്രം. കീലെസ് ആയിരിക്കില്ല എന്ന് പറയുന്നത് കാരണം ഇതിൽ പഴയ മാരുതിയുടെ കീ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ VXIയിലും വന്നിട്ടുണ്ട്. ഈ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ, ഇതിൽ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ സെയിം അതിലെങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ വരും. പിന്നെ ഇതിൻ്റെ ഇത് ടച്ച് ഒന്നല്ല, നമ്മുടെ ഇപ്പോൾ പുതിയ അതായത് VXIയിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ചേഞ്ച് കാണുമ്പോൾ നമുക്ക് ടച്ച് ആണെന്ന് തോന്നുന്നു, പക്ഷേ സ്വിച്ചുകളല്ല, അത് നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ മുകളിലുള്ള കൺട്രോൾസ് ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലല്ല, സാധാരണ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ബാക്കിയെല്ലാം മറ്റേ ZXIയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. മുന്നേ വന്നിരുന്നത് നോർമൽ സ്റ്റീരിയോസ് ആയിരുന്നു, അതായത് ബട്ടൺസ് ആയിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് സ്വിച്ചുകളോട് കൂടിയിട്ടുള്ള സ്റ്റീരിയോ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് ചിലപ്പോൾ തോന്നുന്നു നമുക്ക് ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള സ്റ്റീരിയോ ആയിരുന്നു, അത് അങ്ങനെയല്ല, എന്നാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ബട്ടൺസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടു 2021 മോഡൽ സ്വിഫ്റ്റിൽ എന്തൊക്കെയാണ് ചേഞ്ചസ്, അതായത് മാരുതി എന്തൊക്കെയാണ് ചേഞ്ചസ് കൊടുത്തിട്ടുള്ളതെന്നും അതിൻ്റെ എൻജിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എന്തായാലും ഒരു ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എന്തുകൊണ്ടും, പെട്രോൾ വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ എന്തുകൊണ്ടും ഒരു സ്വിഫ്റ്റ് നല്ലതായിരിക്കും. പിന്നെ VXIയിലും ZXIയിലും എന്തൊക്കെയാണ് ചെറിയ ചെറിയ ചേഞ്ചസ് വന്നിട്ടുള്ളൂ, അതിൽ വിലയിലും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താവശ്യമുണ്ടെങ്കിൽ നമുക്ക് അനീഷേട്ടനെ വിളിക്കാം. അനീഷേട്ടൻ നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്യുന്നതായിരിക്കും. അനീഷേട്ടൻ്റെ നമ്പറും അതുപോലെ തന്നെ പോപ്പുലറിൻ്റെ നമ്പറും എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരയ്ക്കും. ടിൽ ദെൻ ബൈ.